ശക്തിയെ സമ്പാദിക്കാനാ നോക്കി പാർത്തൊരു സംഘത്തെ റൂഹായ ജ്വലിപ്പിച്ചതുപോ ഞങ്ങളെയും ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ വന്ന് സ്നേഹത്തിൻ നിറവേകണമേ. ശത്രുവിനെ സ്നേഹിപ്പാൻ മനസ്സശുദ്ധി നിറയ്ക്കണമേ. മാമോദീസായിൽ റൂഹ നൽകിയ പാവനവസ്ത്രത്താൽ കവചം തീർത്തതിനുള്ളിൽ നീ ഞങ്ങളെ സംരക്ഷിക്കണമേ. തിന്മയേഴും കാഴ്ചയിൽ നിന്നും നാശത്തിൻ കേൾവിയിൽ നിന്നും റൂഹ നിന്നാവാസത്താൽ നാൾതോറും കാത്തിടണമേ. സൃഷ്ടിക്കും പുനഃസൃഷ്ടിക്കും ഊതി നിറച്ചൊരു റൂഹായ അദൃശ്യമത പോരാട്ടത്തിൽ ജീവശ്വാസം പകരണമേ. തിന്മകളെ നന്മകളാക്കും ലോകത്തിൻ വഞ്ചന അറിയാൻ സത്യാത്മാവേ ഞങ്ങളെ നീ തിരുശബ്ദം കേൾപ്പിക്കണമേ. ഹായ്, ജോയ്സ് മാത്യു, ദിലീപ് കുര്യൻ, ജസലിൻ ജെ, ജേക്കബ് സി സാമുവൽ, ബിനു അലക്സാണ്ടർ, കുന്നുംപറമ്പിൽ, സാജൻ പടിക്കൽ, പ്രദീപ് മാത്യു, ആൽവിൻ ഫിലിപ്പ്, അനിത എബ്രഹാം, റിജി പൈലി, ആൽബർട്ട് യോഹന്നാൻ, ക്രിസ്റ്റി ബാബു, ജേക്കബ് തോമസ് ജോൺസൺ, ജിജി എബ്രഹാം, ആഷ്ലി യേശുദാസ്, പാസ്റ്റർ എസ് എം കുരുള, നൈനാൻ എബ്രഹാം, ജോയ് കെ എസ്, ജോജി ജോർജ്, ടീന ബെഞ്ചമിൻ, ഫിലിപ്പ് സ്റ്റീഫൻ, തെങ്ങുംതറയിൽ, റജി പൈലി, സുനിൽ വർഗീസ് പൈഡി, ഐസക് ജോർജ് ഉള്ളാട്ടിൽ, ജോജി ജോർജ്, അലക്സാണ്ടർ മാത്യു, വിനു ജോസഫ്, അനീഷ് ലൂയിസ്, റജി പി കുരുള, ലോറൻസ് മാണി, ഷാലിൻ ഷാജി, ജോസ് ഫ്രാൻസിസ്, അജിത് ജോർജ്, ലിജോ തോമസ്, ആൽബർട്ട് എം ജോൺ, ഡെനിസ് ജേക്കബ്, സിവി തോമസ്, മാത്യൂസ് വടക്കത്തറയാൻ, ജോയ് കെ എസ്, ജിജി എബ്രഹാം, എബ്രഹാം എം ജോൺ, ബിനോയ് സി കെ, ഷാജി ബെന്നി, മാറ്റിടുവാ
ക്രിസ്റ്റി ബാബു, ജീവനും ഏകിടുവാൻ സുജിത്താൻ ജയ, ഷാജി സാമുവൽ, പോൾ മുണ്ടക്കൽ, ഷൈജു, ഷിബു ജേക്കബ്, ജോസഫ് പി എ, പുതിയൊരു ആകാശം ഭൂമി കടലും കരയും കാടുകളും ശുദ്ധമതായി തീർന്നിടുവാൻ റൂഹാ വന്ന് സഹായിക്കാം. അർപ്പിതവീഞ്ഞും അപ്പമതും കർത്താവായി തീരുമ്പോൾ സൽഗുണപോഷണ റൂഹായേ ഞങ്ങളെ അതുപോൽ ആക്കണമേ. താങ്ക് യു. ഫിലിപ്പ് കെ എം, വിൻസെന്റ് മാത്യു, സുനിൽ പീറ്റർ കുന്തൂർ, എഫ്രൈം സിറിയൻ, വർഗീസ് പോൾ സാജൻ, താലിയാലപ്പറമ്പ്. താങ്ക് യു. പേര് പറയാത്തവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ പെന്തക്കോസ്ത് പെരുന്നാളിന്റെ കാത്തിരിപ്പ് ദിവസങ്ങളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെന്തക്കോസ്ത് പെരുന്നാളിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. യഹൂദന്മാർ പെസഹ ആചരിക്കുമ്പോൾ, പെസഹയുടെ ദിവസം പറഞ്ഞായിരുന്നു അവരുടെ സെഡർ ഡിന്നർ, അവരുടെ ഒരു പാട്ടുണ്ട്, നമ്മളത് അന്ന് പ്ലേ ചെയ്ത് നിഷ്ഠാന സോങ്. അത് എന്തുകൊണ്ടാണ് ഈ രാത്രി ഇത്ര വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് ആ വിരുന്നിൽ പങ്കെടുക്കുന്ന ഏറ്റവും ഇളയ കുട്ടി ചോദിക്കുകയും ഏറ്റവും മുതിർന്നയാൾ അതിന് മറുപടി പറയുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം യഹൂദന്മാരുടെ ഇടയിലുണ്ട്. അത് നിയമാവർത്തന പുസ്തകം 26-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ ചെന്ന് അത് കൈവശമാക്കി അവിടെ പാർക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ നിലത്തിൽ നിന്നുണ്ടാകുന്നതായി നിലത്തിലെ എല്ലാ വക കൃഷിയുടെയും ആദ്യഫലം കുറേശ്ശെ എടുത്തൊരു കുട്ടയിൽ വെച്ചുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അന്നുള്ള പുരോഹിതന്റെ അടുക്കൽ നീ ചെന്ന് അവനോട്, നമുക്ക് തരുമെന്ന് യഹോവ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് ഞാൻ വന്നിരിക്കുന്നു എന്ന് നിന്റെ ദൈവമായ യഹോവയോട് ഞാൻ ഇന്ന് ഏറ്റു പറയുന്നു എന്ന് പറയണം. പുരോഹിതൻ ആ കുട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെക്കണം. പിന്നെ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടതെന്നാൽ, എന്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു. ചുരുക്കം പേരോടുകൂടെ അവൻ മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെന്ന് പരദേശിയായി പാർത്തു. അവിടെ വലിപ്പവും ബലവും പെരുപ്പവുമുള്ള ഒരു ജനമായി തീർന്നു. എന്നാൽ മിസ്രൈമ്യർ ഞങ്ങളോട് തിന്മ ചെയ്ത് ഞങ്ങളെ പീഡിപ്പിച്ചു, ഞങ്ങളെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു. യഹോവ ഞങ്ങളുടെ നിലവിളി കേട്ട് ഞങ്ങളുടെ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും കണ്ടു. യഹോവ ബലമുള്ള കൈയാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പാലും തേനും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു. ഇതാ യഹോവ നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിലെ ആദ്യഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ നീ അത് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നമസ്കരിക്കണം. ഇതാണ് ഈ ഫീസ്റ്റ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ്, ആദ്യഫല പെരുന്നാൾ നടത്തുന്നതിന്റെ ഒരു മാർഗനിർദ്ദേശം. ആണ്ടിൽ 3 പ്രാവശ്യമാണ് ആദ്യഫല പെരുന്നാൾ നടക്കുന്നത്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇസ്രായേലിന് 3 കൊയ്ത്താണുള്ളത്. അത് ഒന്നാമത്തെ കൊയ്ത്ത് ബാർലിയുടെ കൊയ്ത്താണ്, രണ്ടാമത്തെ കൊയ്ത്ത് ഗോതമ്പിന്റെ കൊയ്ത്താണ്. ബാർലിയുടെ കൊയ്ത്തിന്റെ സമയത്താണ് പെസഹ നടക്കുന്നത്, ഗോതമ്പിന്റെ കൊയ്ത്തിന്റെ സമയത്താണ് പെന്തക്കോസ്തി നടക്കുന്നത്. എന്നാൽ പിന്നീട് ഫ്രൂട്ട്സിന്റെ കൊയ്ത്താണ് വരുന്നത്. അതായത് ഓഗസ്റ്റ് മാസം ആകുമ്പോൾ പഴങ്ങൾ പറിക്കുന്ന സമയമാണ്. സെപ്റ്റംബറോടുകൂടി പഴങ്ങൾ പറിച്ചു തീരും. അപ്പോൾ മാതളപ്പഴം, അത്തിപ്പഴം ഇതൊക്കെ അവർ പറിക്കുന്ന സമയമാണ്.
എന്നാൽ ഒക്ടോബർ മാസത്തോടുകൂടെ മുന്തിരിയും ഒലിവും പറിക്കും. അത് കഴിയുമ്പോഴാണ് കൂടാര പെരുന്നാൾ. അതിനെ കായ്കനി പെരുന്നാൾ എന്നും പറയും. അപ്പം അവിടെ വീണ്ടും ആദ്യഫലം അവിടെ അർപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വർഷത്തിൽ 3 പ്രാവശ്യം ആദ്യഫലങ്ങൾ അർപ്പിച്ച് ഓരോ ഇസ്രായേൽ പുരുഷനും ദൈവത്തിന്റെ സന്നിധിയിൽ വരണം എന്നാണ് യഹോവയായ ദൈവത്തിന്റെ നിഷ്കർഷയായിട്ടുള്ള കൽപ്പന. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട 3 ഹാർവസ്റ്റ് ആണുള്ളത് ഇസ്രായേലിന്. അത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഈ ഇന്ന് നമുക്ക് ഈ പെരുന്നാള് അല്ലെങ്കിൽ പെന്തക്കോസ്ത് പെരുന്നാളിന് ഇന്നുള്ള പ്രാധാന്യം എന്താണ്? ഇന്ന് നമുക്ക് ഈ പെന്തക്കോസ്ത് പെരുന്നാളിന് ഇന്നിന്റെ പ്രസക്തി എന്താണ്? ഇന്ന് എങ്ങനെയാണ് അത് കണക്റ്റഡ് ആകുന്നത്? അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം നമ്മൾ വായിച്ച ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഗ്രഹിക്കുക. ഇപ്പോൾ നമ്മൾ വായിച്ച ആ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ കാണുന്നത് ഈ വ്യക്തി പറയുകയാണ്, എൻ്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമിനായിരുന്നു. ചുരുക്കം പേരോടുകൂടെ അവൻ മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെന്ന് പരദേശിയായി പാർത്തു. അവിടെ വലിപ്പവും ബലവും പെരുപ്പവുമുള്ള ജനമായി തീർന്നു. എന്നാൽ മിസ്രൈമർ ഞങ്ങളോട് തിന്മ ചെയ്ത് ഞങ്ങളെ പീഡിപ്പിച്ചു. ഇസ്രായേലിന്റെ പാരമ്പര്യം അനുസരിച്ച് ഇവര് പെസഹായുടെ രാത്രിയിൽ ആ പെസഹ ഭക്ഷിക്കുമ്പോൾ ഒറിജിനൽ പെസഹായിൽ അവരെങ്ങനെ പങ്കെടുത്തോ അതുപോലെ, അതായത് അവർ ജസ്റ്റ് മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നതുപോലെ അത് ആചരിക്കണം. ജസ്റ്റ് അവര് മിസ്രൈമിൽ നിന്ന് പുറത്ത് വന്നതുപോലെ അല്ല, ഇത് അവരെ സംബന്ധിച്ചൊരു പാസ്റ്റ് ഇൻസിഡന്റ് ആകാൻ പാടില്ല. ഒരു പ്രസന്റ് റിയാലിറ്റി ആയിട്ടാണ് അവർ പെസഹ ആചരിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഈ ആവർത്തന പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അവരെ സംബന്ധിച്ച് അതൊരു പ്രസന്റ് റിയാലിറ്റിയാണ്. അതായത് ക്രോണോസിലെ ഒരു ബിന്ദുവിൽ നടന്ന ഒരു സംഭവമല്ല, മറിച്ച് അത് കൈറോസിൽ അത് ഒരു ഇറ്റേണൽ റിയാലിറ്റി ആയിട്ട് നിലനിൽക്കുകയാണ്. ഇത് തന്നെയാണ് വിശുദ്ധ കുർബാന നടക്കുമ്പോഴും. കർത്താവായ ഈശോ മിശിഹ ആ രാത്രിയിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് നൽകി, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞ ആ എക്സാക്ട്ലി സെയിം കാര്യമാണ് വിശുദ്ധ കുർബാന മധ്യേ പുരോഹിതൻ സ്ഥാപന വചനങ്ങൾ ഉരുവിടുമ്പോൾ സംഭവിക്കുന്നത്. ഇത് എന്റെ ശരീരമാകുന്നു. അപ്പൊ സഭയിൽ ക്രിസ്തുവിന്റെ പ്രതിനിധിയായി, ക്രിസ്തുവിന്റെ സ്ഥാനപതിയായി പുരോഹിതൻ അവിടെ ആ അപ്പവീഞ്ഞുകളെ ആഘോഷിക്കുമ്പോൾ അത് എക്സാക്ട്ലി സെയിം കാര്യം. അതായത് യേശു ക്രിസ്തുവും ശിഷ്യന്മാരും ആ വിരിച്ചൊരുക്കിയ മാളിക മുറിയിൽ ഇരുന്ന് അവരെന്ത് ചെയ്തോ എക്സാക്ട്ലി സെയിം കാര്യം. അതിന്റെ ഒരു റിപ്പീറ്റേഷനോ അതിന്റെ ഒരു ഇമിറ്റേഷനോ അതിന്റെ ഒരു മെമ്മോറിയലോ അല്ല, മറിച്ച് എക്സാക്ട്ലി സെയിം കാര്യമാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്. ഇതാണ് കുർബാനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയും. അതിന്റെ വികലമായ ഒരു അനുകരണമല്ല, ദുർബലമായ ഒരു പതിപ്പല്ല, മറിച്ച് എക്സാക്ട്ലി സെയിം കാര്യം. ഇവിടെ അതേ ഫീലിങ്ങോടുകൂടെ അതേ അനുഭവത്തോടുകൂടെ ഇവിടെ ഇവർ പറയുകയാണ്, എൻ്റെ പിതാവ് അരാമീനായ ദേശാന്തരിയായിരുന്നു. ഞങ്ങളവിടെ വലിപ്പവും ബലവുമുള്ള ഒരു ജാതിയായി തീർന്നു. എന്നാൽ മിസ്രൈമിൽ ഞങ്ങളെ പീഡിപ്പിച്ചു. ഇപ്പോൾ ദൈവം എനിക്ക് തന്ന നിലത്തിന്റെ അനുഭവത്തിലെ ആദ്യഫലവുമായി ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇത് നന്ദി കാണിക്കുകയാണ്. ദൈവം ചെയ്ത നന്മകൾക്കായി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. റോമാലേഖനം 1 പൗലുസ്ലിയ പറയാണ്, നന്ദി കാണിക്കാതെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. നന്ദി കാണിക്കാതെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പൊ നമുക്ക് നന്ദി കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നന്ദിയില്ലാത്ത ഹൃദയങ്ങൾ ഇരുണ്ടുപോകും. നന്ദിയില്ലാത്ത ഹൃദയങ്ങൾ ഇപ്പൊ നമുക്ക് കാണാം. കായിന്റെ ബലി എന്തുകൊണ്ട് ദൈവം സ്വീകരിച്ചില്ല?
ഒരു തിയോളജിക്കൽ ക്വസ്റ്റൻ. ഇന്നുവരെ ആരും അതിനൊരു കൃത്യ ഉത്തരം ഒന്നും അതിന് കൊടുക്കുന്നില്ല. എല്ലാവരും പല കാര്യങ്ങൾ പറയും. ചിലർ പറയും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ചിലർ മോസ്റ്റ് ആളുകൾ പറയുന്നത് രക്തമില്ലായിരുന്നു. ഹാബേലിന്റെ ബലിയിൽ ബ്ലഡ് ഉണ്ടായിരുന്നു, കായിന്റെ ബലിയിൽ ബ്ലഡ് ഇല്ലായിരുന്നു. ഇപ്പോൾ രക്തകൊതിയനായ ദൈവം അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയനായ ദൈവം ഹാബേലിന്റെ മട്ടൺ ബിരിയാണി കഴിക്കുകയും കായിന്റെ അവിയലും സാമ്പാറും വേണ്ടാന്ന് വെക്കുകയും ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അതൊന്നല്ല അവിടെ സംഭവിക്കുന്നത്. ദൈവം ഒരിക്കലും ചോര വേണമെന്നോ ചോര കൊതിയനായിട്ടൊന്നും ദൈവം തന്നെ അവതരിപ്പിച്ചിട്ടില്ല. മറിച്ച് അവിടെ സംഭവിച്ച എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് കായന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല, എന്തുകൊണ്ട് കായന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല എന്നുള്ളതിന്റെ ഉത്തരം യേശു കർത്താവ് പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് കായന്റെ ബലി ദൈവം സ്വീകരിച്ചു. അതിന്റെ ഉത്തരം യേശു പറയുന്നത്. എന്താണ് യേശു പറയുന്നത്? നീ ബലി അർപ്പിക്കാൻ വരുമ്പോൾ ഒന്നാമത് നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും ഉണ്ട് എന്ന് നിനക്ക് തോന്നിയാൽ നിന്റെ ബലിവസ്തു നീ അവിടെ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളണം. എന്നിട്ട് വന്ന് ബലി അർപ്പിക്കണം. അപ്പോൾ നിന്റെ ബലിയിൽ ദൈവം സംപ്രീതനാകും. അപ്പൊ അതുകൊണ്ടാണ് കായന്റെ ബലി ദൈവം സ്വീകരിക്കാമെന്നേ. അല്ലാതെ കായന്റെ മുരിങ്ങയ്ക്ക മോശമായിട്ടോ വഴുതനങ്ങ പഴകിപ്പോയിട്ടോ പടവലങ്ങയ്ക്ക് നീളം കുറഞ്ഞു പോയിട്ടോ വെള്ളരിക്കായുടെ നിറം മങ്ങിപ്പോയിട്ടോ ഒന്നും അല്ല ദൈവം സ്വീകരിക്കാഞ്ഞേ. ദൈവം സ്വീകരിക്കാഞ്ഞത് കായിന് ഹാബേലിനോട് അസൂയുണ്ടായിരുന്നു. കായിന്റെ ഹൃദയത്തിൽ ഹാബേലിനോട് കയ്പുണ്ടായിരുന്നു. ഈ കയ്പ് വെച്ചുകൊണ്ട് ബലി അർപ്പിച്ചതുകൊണ്ടാണ് സ്വീകരിക്കാഞ്ഞത്. അതുകൊണ്ടാണ് പറയുന്നത്, പാപം നിന്റെ പടിവാതിൽക്ക് കിടക്കുന്നു, നന്മ ചെയ്യുന്നെങ്കിൽ നിനക്ക് പ്രസാദമുണ്ടാവുകയില്ലയോ? നീ അതിനെ കീഴടക്കണം. നിന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന പാപത്തെ നീ കീഴ്പ്പെടുത്തണം. നീ സഹോദരനോട് നിരന്നുകൊള്ളണം. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ ആദ്യഫലങ്ങളുടെ വിളവിന്റെ ആദ്യഫലങ്ങൾ കായൻ അർപ്പിച്ചു. ഹി വാസ് റൈറ്റ്, എല്ലാം കൃത്യമാണ്. പക്ഷെ സഹോദരനോട് നിരക്കുന്ന കാര്യത്തിൽ പരാജയം സംഭവിച്ചു. നമ്മൾ ആകാശം മുട്ട ഉയരമുള്ള ഒരു പള്ളിഗോപുരം പണിത് അതിന്റെ മുകളിൽ ഒരു കുരിശും വെച്ചാലും ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയുകയില്ല. കാരണം സഹോദരനോട് നിരക്കണം. അപ്പൊ സഹോദരനോട് നിരക്കാത്ത ബലികൾ ദൈവം സ്വീകരിക്കുകയില്ല. കായന്യ ശാപമാണത്. അതുകൊണ്ട് മനുഷ്യർ വീണു പോകുന്ന 3 കാര്യമാണ് ആത്മീയൻ. 3 കാര്യമാണ്. ഏതാണെന്നറിയാമോ? കായിന്റെ വഴിയിൽ നടക്കുക, ബിലയാമിന്റെ കൂലി കൊതിക്കുക, കോരയിന്റെ മത്സരത്തിൽ ഉൾപ്പെടുക. 3 കാര്യമാണ്. ഇപ്പൊ കായന്റെ വഴിയിൽ നടക്കുക. കായന്റെ വഴിയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരനെ കണ്ടിട്ട് കണ്ട ഭാവം നടിക്കാതിരിക്കുക, സഹോദരനോട് നിരക്കാതിരിക്കുക, സഹോദരനോട് രമ്യപ്പെടാതിരിക്കുക, സഹോദരനോട് അനുരഞ്ജനപ്പെടാതിരിക്കുക. ഈ സഹോദരനോട് അനുരഞ്ജനപ്പെട്ടില്ലേലും ഉച്ചത്തിൽ ദൈവമേ സ്തോത്രം കർത്താവേ, അപ്പൊ ദൈവം അനുഗ്രഹിക്കുമെന്ന് മൂഢമായി വിശ്വസിക്കുക. അപ്പൊ ദൈവത്തിന്റെ അപ്രൂവൽ കിട്ടണമെങ്കിൽ സഹോദരനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൃത്യമായിരിക്കണം. അപ്പൊ കായന്റെ വഴി സഹോദരനോടുള്ള ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നീ കായന്റെ വഴിയിലാണ്. 2, ബിലയാമിന്റെ കൂലി കൊതിക്കുകയാണ്. ബിലയാമിന്റെ കൂലി എന്താണ്? കള്ളപ്രവചനം പറഞ്ഞ് അല്ലെങ്കിൽ തനിക്കില്ല എന്നുള്ള കൃപാവരം ഉണ്ട് എന്നുള്ള വ്യാജേനയോ നുണ പറഞ്ഞോ അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ആത്മീക ശുശ്രൂഷകൾ ചെയ്യുക. ഫോർ മണി. ഇന്ന് ധാരാളം ആളുകൾ അങ്ങനെയാണ്. ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇതാണ്, നിങ്ങൾ അങ്ങോട്ട് പണം അയക്കുക, നിങ്ങൾ ചെക്ക് അയക്കുക, നിങ്ങൾ സ്വത്രാഴ്ച അയക്കുക, നിങ്ങൾ ദശാംശം സൂക്ഷിച്ചു വെക്കുക, ഞങ്ങൾ വന്ന് വാങ്ങിക്കൊള്ളാം. പണത്തിന് വേണ്ടി ദ്രവ്യാഗ്രഹം, അതിനുവേണ്ടി സഞ്ചരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ മക്കൾ പാളയം ഇറങ്ങിയിരിക്കുന്ന ആ മരുഭൂമിക്ക് ചുറ്റുമുള്ള മലകളിൽ 4 വശത്തും പോയി ശപിക്കാൻ വേണ്ടി നിന്നു ബിലയാം. നിങ്ങൾക്കറിയാം എത്ര മൈലാ സഞ്ചരിക്കേണ്ടത്? 10-30 ലക്ഷം പേര് പാളയം ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം അതിന് എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. നിങ്ങൾ ഈ കുന്നേൽ ബിലയാമും ബാലാക്കും നിന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുന്നേ ബിലയാമും ബാലാക്കും നിന്നു. ഇത് തൊട്ടടുത്തടുത്തുള്ള കുന്നല്ല. ഈ വലിയ പാളയം ക്രോസ് ചെയ്തവർക്ക് പോകാൻ പറ്റത്തില്ല, ഇവരെ കൊന്നുകളയും. ഇവരിത് വളയം ചെയ്ത് പോവുക. 100 കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഇവർ ഇപ്പുറത്തെ കുന്നേ ചെന്ന് കയറുന്നത്. എന്തിനാണ് ഈ
ബിലയാം എന്ന പ്രവാചകൻ ഇത്രയും ദീർഘദൂരം സഞ്ചരിക്കുന്നത്? ഇരിക്കാൻ നേരമില്ല, ദീർഘയാത്രകളാണ്, ഒരുപാട് യാത്ര, മിനിസ്ട്രിയാണ്, അത്രയും മിനിസ്ട്രി, ഭയങ്കര തിരക്കാണ്. ബിലയാമിനോട് ചോദിച്ചാൽ ബിലയാമിന് ഭയങ്കര തിരക്കാണ്, ബിസി സ്കെഡ്യൂളാണ്. പ്രസംഗം, യോഗം, സഞ്ചാരം. എന്തിനാണ്? പണത്തിന് വേണ്ടി. വാട്ട് എ ബ്ലസഡ് പാസ്റ്റർ ഈസ് ഹി, വാട്ട് എ ബ്ലസഡ് പാസ്റ്റർ. ഭയങ്കര തിരക്കുള്ള പാസ്റ്ററാണ്. ഇന്ന് ദുബായ്, നാളെ മസ്കറ്റ്, അത് കഴിയുമ്പോൾ ഓസ്ട്രേലിയ, പിന്നെ ന്യൂസിലാൻഡ്. എന്തിനാ ഇയാൾ എന്തിനാണ് ഇത്ര തിരക്കിട്ട് ഈ പോകുന്നത്? വിമാനത്തിൽ കയറി പോകുന്നതാണ് മിക്കവാറും. എന്തിനാണ് പോകുന്നത്? ദൈവരാജ്യത്തെ നന്നാക്കാനാണോ? ഇയാൾ അവിടെ ആരെങ്കിലും പുതുതായിട്ട് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയാണോ? ബാലാക്കുമാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ബാലാക്ക് ഒരു രാജാവാണ്. അപ്പൊ അവന്റെ ബിസിനസ് നന്നാക്കുവാൻ, അവന്റെ മക്കളുടെ ഭാവി നന്നാക്കുവാൻ, അവന്റെ ഹെൽത്ത് ശരിയാക്കുവാൻ, അവനെതിരെയുള്ള പൈശാചിക ആക്രമണങ്ങളെ തടയുവാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ധനമുള്ള, സമ്പത്തുള്ള ആളുകളുടെ ആത്മീക അസിസ്റ്റന്റ് ഈ പ്രവാചകന്മാർ ചുറ്റി സഞ്ചരിക്കുകയാണ്. അവരെവിടെയാ നിൽക്കുന്നത്? ബിലയാമിന്റെ കൂലി കൊതിക്കുന്നവർ. അപ്പൊ കായിന്റെ വഴിയിൽ നടക്കുന്നവർ, ബിലയാമിന്റെ കൂലി കൊതിക്കുന്നവർ. 3, കോരഹിന്റെ മത്സരത്തിൽ ഉൾപ്പെടുന്നവർ. എന്താണ് കോരഹിന്റെ മത്സരം? കോരഹിന്റെ മത്സരം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ അതോറിറ്റിക്കെതിരായിട്ട് മത്സരിക്കുക. ആഹാ, അങ്ങനെ ഒരു അതോറിറ്റി ഉണ്ടോ? ആര് പറഞ്ഞുണ്ടെന്ന്? ആണ് കോരഹിന്റെ മത്സരം. എടാ, മോശ എന്ന് പറഞ്ഞാൽ ആരാ? ഹൂ ഈസ് ഹി? മോശയോട് മാത്രമേ ദൈവത്തിന് സംസാരിക്കാവുള്ളൂ. ദൈവത്തിന് നമ്മളോടും സംസാരിക്കാമല്ലോ. ദൈവം എന്ന് പറഞ്ഞാൽ ഈ മോശയുടെ തറവാട്ട് സ്വത്തൊന്നുമല്ല. ദൈവം എന്ന് പറഞ്ഞാൽ മോശയുടെ തറവാട്ട് സ്വത്തൊന്നുമല്ല. മോശയുടെ തറവാട്ട് സ്വത്തല്ല. അതുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കും. കോരഹ് മത്സരിക്കുകയാണ്. അതാണ് കോരഹിന്റെ മത്സരം. കോരഹിന്റെ മത്സരത്തിൽ പെടാതെ, ബിലയാമിന്റെ കൂലി കൊതിക്കാതെ, കായിന്റെ വഴിയിൽ നിൽക്കാതെ, അങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് ഫസ്റ്റ് ഫ്രൂട്ട്സ് അർപ്പിക്കേണ്ടത്. അങ്ങനെയാണ് ദൈവത്തിന് ഫസ്റ്റ് ഫ്രൂട്ട്സ് അർപ്പിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഫ്രൂട്ട്സ് അർപ്പിക്കുമ്പോഴാണ് ദൈവം അതിൽ പ്രസാദിക്കുന്നത്. കാരണം ദൈവത്തിന് അങ്ങനെ മാത്രമേ നമ്മിൽ വെളിപ്പെടുവാൻ കഴിയുകയുള്ളൂ. ഈ ദൈവം നമ്മിൽ പ്രസാദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അതേക്കുറിച്ച് നമുക്കൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ദൈവം നമ്മിൽ പ്രസാദിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കണ്ണാടിയാണ് എന്ന് വിചാരിക്കുക. ഈ കണ്ണാടിക്ക് പുക പിടിച്ചിരിക്കുക. അപ്പൊ ദൈവത്തിന്റെ ഇമേജ് നമ്മിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ദൈവം പ്രസാദിക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ദൈവത്തിന്റെ ഇമേജ് നമ്മിൽ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ണാടി ക്ലീൻ ചെയ്യാണ്. ഈ കണ്ണാടി ക്ലീൻ ആകുമ്പോൾ ദൈവത്തിന്റെ ഇമേജ് നമ്മിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പൊ മറ്റുള്ളവർ നമ്മിൽ ദൈവത്തെ കാണും. അപ്പൊ അതുകൊണ്ടാണ് ഈ ബ്രോക്കൺ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, റീഎസ്റ്റാബ്ലിഷ് ചെയ്യുക, റീസ്റ്റോർ ചെയ്യുക. അപ്പോഴാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ ബലിയർപ്പിക്കാൻ വന്നോ, വെരി ഗുഡ്, നീ കൊണ്ടുവന്നിരിക്കട്ടെ, അർപ്പിക്കണ്ട, അവിടെ വെച്ചേക്ക്. നീ ബലിയർപ്പിക്കാൻ വന്നോ, വെരി ഗുഡ്, നീ ബലി അവിടെ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു കൊള്ളുക. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പം ഈ പ്രസ്താവന ഏതാണ്? നമ്മളിപ്പോൾ വായിച്ച ആ ഒരു ഡിക്ലറേഷൻ ഉണ്ട്, ഡിയോട്രോണമി സ്റ്റേറ്റ്മെന്റ്, ഡിക്ലറേഷനാണ്. എൻ്റെ പിതാവ് ഒരു ദേശാന്തരിയായി അലഞ്ഞു തിരിയുന്ന ഒരു അരാമ്യനായിരുന്നു. അവൻ മിസ്രയീമിൽ ചെന്ന് പാർത്തു.
അതായത് നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ സ്റ്റോറി ഉണ്ട്. ഇപ്പം ഈ വെസ്റ്റേണും ഈസ്റ്റേണും ഒക്കെ ഞാൻ എപ്പോഴും പറയും, അല്ലെങ്കിൽ പെന്തക്കോസ്തിന്റെ കാര്യമൊക്കെ പറയും. ഇപ്പോൾ പെന്തക്കോസ്തൽ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരു പേഴ്സണൽ സ്റ്റോറിയാണ്. ഞാൻ ഒരു മദ്യപാനിയായിരുന്നു, ഞാൻ വെറും വൃത്തികെട്ടവനായിരുന്നു, ഞാനൊരു കൊള്ളുകലാത്തവനായിരുന്നു, അങ്ങനെ ഒത്തിരി ഒത്തിരി ഞാൻ സാക്ഷ്യം പറയുക. എന്നാൽ കൃപയാൽ ഞാൻ ഓടയിൽ കിടക്കുമായിരുന്നു, പട്ടി എന്നെ നക്കുമായിരുന്നു, എന്നാൽ കൃപയാൽ കർത്താവ് എന്നെ കണ്ടു, ഞാൻ കർത്താവിനെ കണ്ടു. അതാണ് അവരുടെ സ്റ്റോറി, പേഴ്സണൽ ടെസ്റ്റിമണി ആൻഡ് പേഴ്സണൽ സ്റ്റോറി. ഈച്ച് വൺ ഓഫ് us ഹാവ് എ സ്റ്റോറി, അവർ ഓൺ സ്റ്റോറി. ഇപ്പം എനിക്ക് എൻ്റെ ഒരു സ്റ്റോറി പറയാനുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ ഓരോ സ്റ്റോറികൾ പറയാനുണ്ട്. പക്ഷേ വി ഹാവ് എ കോർപ്പറേറ്റ് ഹിസ്റ്ററി. അപ്പോൾ ഓരോ ഇസ്രായേലിനും അവൻ്റെ ഒരു കഥ പറയാനുണ്ട്. അവൻ്റെ കഥയ്ക്ക് പ്രസക്തിയില്ല, അവൻ്റെ കഥയല്ല. അപ്പം 4 ആമക്കളെയാണ് നമ്മൾ ഇത് കാണുന്നത്. ഹഗത്ത ഇവരുടെ ഈ സെഡാർ, യഹൂദന്റെ സെഡാറുണ്ട്. സെഡാർ എന്ന് പറഞ്ഞാൽ അവന്റെ സെദർ എന്ന് പറഞ്ഞത്, സെദർ ഈ പെസഹായുടെ അത്താഴമാണ്. ഇപ്പൊ 4 മക്കളെ അവർ വരച്ച് കാണിക്കുന്നുണ്ട്. 4 മക്കളെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചോദിക്കും, നിങ്ങൾ ഈ ആഘോഷിക്കുന്ന ഈ ആഘോഷത്തിന്റെ ഒക്കെ കാര്യം എന്താ, എന്തിനാണ് ഇത് ആഘോഷിക്കുന്നത്? അപ്പൊ അവനാണ് ദുഷിച്ച സന്താനം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ആഘോഷിക്കുന്ന, കാരണം ഹീസ് നോട്ട് എ പാർട്ട് ഓഫ് ഇറ്റ്. നിങ്ങളാണ് ഇതൊക്കെ എന്തോ ഈ ആഘോഷം. രണ്ടാമത്തെ മകൻ ചോദിക്കും, നമ്മൾ ഈ ആഘോഷിക്കുന്നത് എന്തിനാണ്, ഇതെന്തിനാണ്? അതിന്റെ ഇളയ കൊച്ചു ചോദിക്കുന്നത് അത്രയും വിവരമില്ല, ഇതെന്താണ് എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. അതിന്റെ ഇളയ കൊച്ചു കൊഞ്ചി കുഴയത്തേ ഉള്ളൂ, അതിനും ചോദിക്കാൻ അറിയത്തില്ല. അത് കൊഞ്ഞിയുള്ള നാവോടെ ചോദിക്കും, ഇതെന്തിനാണ്, എന്താണ് വ്യത്യാസം? ഇന്ന് ഡിഷസ് വ്യത്യാസം ഉണ്ടല്ലോ, ഇരിക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടല്ലോ, എന്താണെന്ന് കൊച്ചു ചോദിക്കും. ആ കൊച്ചിന്റെ ചോദ്യത്തിനാണ് മുതിർന്ന ആൾ ഉത്തരം പറഞ്ഞു. ഞാൻ യഹൂദ പാരമ്പര്യ ബൈബിളിൽ നിന്നല്ല പറയുന്നുണ്ട്. അപ്പൊ യഹൂദന്മാരുടെ ഇതാ. അപ്പൊ അതിനകത്ത് 4 മക്കളെ അവർ കാണിക്കും, 4 രീതി ചോദിക്കും. ഈ 4 രീതി ചോദിക്കുമ്പം, എടാ എന്റെ കഥയല്ല ഞാൻ പറയുന്നത്. അപ്പൊ പറയുന്ന കഥ ഇതാണ്, എന്റെ പിതാവ് ദേശാന്തരിയായ ഒരരാമ്യനായി. എല്ലാ ഇസ്രായേൽ ഭവനങ്ങളിലും സെയിം സ്റ്റോറിയാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഹിസ്റ്ററിയാണ് അവർ പറയുന്നത്, അല്ലാതെ പേഴ്സണൽ സ്റ്റോറി അല്ല. അതാണ് ഓർത്തഡോക്സി എന്ന് പറയുന്നത്. ഓർത്തഡോക്സിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പേഴ്സണൽ സ്റ്റോറി പറയുന്നില്ല. പെന്തക്കോസ്തിൽ ചെന്ന മുഴുവൻ പേഴ്സണൽ സ്റ്റോറിയാണ്. ഓർത്തഡോക്സിക്ക് പേഴ്സണൽ സ്റ്റോറി അല്ല, ഓൾ ആർ ഇൻക്ലൂഡഡ്. ഈ ദുഷിച്ച സന്താനവും ഈ മികച്ച സന്താനവും അറിവ് കുറഞ്ഞവനും കൊഞ്ഞ സംസാരിക്കുന്ന ശിശുവും ഓൾ ആർ ഇൻക്ലൂഡഡ്. അതേ ജൂവിഷ് ട്രഡീഷനിലാണ് ഓർത്തഡോക്സ് ചർച്ച് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മാമോദീസ കഴിഞ്ഞാൽ ഉടനെ വിശുദ്ധ കുർബാന കുഞ്ഞിന് കൊടുക്കുന്നത്. മാമോദീസ കഴിഞ്ഞാൽ ഉടനെ വിശുദ്ധ കുർബാന കുഞ്ഞിന് കൊടുക്കുന്നത്. കാരണം വിശുദ്ധ കുർബാന കൂടാതെ ഒരു കൂദാശയുമില്ല. കൂദാശകൾ പൂർത്തീകരിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. അപ്പൊ അതാണ് നമ്മുടെ കോർപ്പറേറ്റ് ഹിസ്റ്ററി. ഇപ്പൊ പാസ് ഓവർ, പെസഹ യഹൂദന്റെ കോർപ്പറേറ്റ് ഹിസ്റ്ററിയാണ്. അവൻ പറയാണ്, എന്റെ പിതാവ് ദേശാന്തരിയായ യഹൂദനായിരുന്നു, ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നു. സെയിം കാര്യം നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ കോർപ്പറേറ്റ് ഹിസ്റ്ററിയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതാണ് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം. ഇതാണ് പെന്തക്കോസ്തുകാർക്ക് ഗ്രഹിക്കാൻ പറ്റാത്തത്. അവർ 1000 കൊല്ലം കൂടെ കഴിഞ്ഞാലും ഗ്രഹിക്കുമെന്ന് തോന്നുന്നില്ല. അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, അവർ പേഴ്സണൽ ആയിട്ട് ഇതിനെല്ലാം കാണുകയാണ്. പേഴ്സണലായിട്ട് ഇതിനെ എടുത്തുകൊണ്ട് വരുമ്പം അതെന്തായി മാറുകയാണ്? അത് കോരഹിന്റെ മത്സരമാണ്. ദൈവം എന്നോട് സംസാരിക്കും, അവരിതും കൊണ്ട് വരികയാണ്.
അപ്പൊ അതേ ദൈവം നമ്മെ നടത്തുകയാണ്. അപ്പൊ അതേപോലെ അന്ന് കർത്താവായ ഈശോ മിശിഹ ചെയ്ത അതേ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ പെന്തക്കോസ്തിയുടെ ഒരു പ്രത്യേകത. ഇനി പെസഹായും പെന്തക്കോസ്തിയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്, ഒരു കണക്ഷൻ. എന്താണ് ഈ പെസഹായും പെന്തക്കോസ്തിയുമായിട്ടുള്ള കണക്ഷൻ എന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ പറഞ്ഞ പെസഹായുടെ സമയത്ത് ബാർലിയുടെ വിളവെടുക്കാണ്. പിന്നീട് പെന്തക്കോസ്തിയാണ്. പെന്തക്കോസ്തിക്ക് 50 ദിവസമുണ്ട്, 7 ആഴ്ച. ഈ 7 ആഴ്ച എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട 7 ആഴ്ചകളാണ്. കാരണം ഈ 7 ആഴ്ച കൊണ്ടാണ് ഗോതമ്പ് വിളയുന്നത്. ഈ 7 ആഴ്ചത്തെ കാലാവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 7 ആഴ്ചത്തെ കാലാവസ്ഥ, കാരണം ഈ 7 ആഴ്ചത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ് ഗോതമ്പിന്റെ വിളവിനെ നിശ്ചയിക്കുന്നത്. അതാണ് മുന്തിരി കൊഴിഞ്ഞു പോകുമോ അത്തി ശുഷ്കിച്ചു പോകുമോ ഇതിനെല്ലാം തീരുമാനിക്കുന്നത്. അപ്പം ആ സമയത്തെ കാറ്റും മഴയും എല്ലാം വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ട് ഈ 50 ദിവസം ഓരോ ഇസ്രായേലിനും ശ്വാസമടക്കി പിടിച്ചാണ് ഇരിക്കുന്നത്. കാരണം അവർ കൃഷി കൊണ്ടാണ് ഉപജീവിക്കുന്നത്. കൃത്യം കാലാവസ്ഥയല്ല എങ്കിൽ വിളവ് പിഴയ്ക്കും, വിളനാശം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് they were so tempted to worship other gods. പ്രത്യേകിച്ച് ബാലിനെ വണങ്ങാൻ അവർ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. കാരണം ബാല് മഴയുടെ ദേവനാണ്. ബാലിന് ഒരു വിഗ്രഹം വിസിബിൾ ആയിട്ടുണ്ട്. ദ ഹാർഡസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രസ്റ്റ് ഇൻ ആൻ അൺസീൻ തിങ്. നമ്മളൊരു അദൃശ്യമായ ഒന്നിൽ വിശ്വസിക്കുക, അദൃശ്യമായ ഒന്നിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് കാണുമ്പോൾ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലിയർ കൂടുതലും ബാലിനെ ആരാധിക്കാൻ പോയത്. കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും മഴയെ പറ്റിയുള്ള ചിന്ത, ഉത്കണ്ഠ അവർക്ക് കൂടിക്കൂടി വരും. അപ്പോൾ അവർ ബാലിനെ ആരാധിക്കുന്നതിലേക്ക് തിരിഞ്ഞു. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ പലപ്പോഴും പരാജയപ്പെട്ടു പോയി. നമ്മുടെയൊക്കെ ലൈഫിൽ ഇത് സംഭവിക്കാം. അപ്പൊ പെസഹ മുതൽ പെന്തക്കോസ്തി വരെ എന്ന് പറഞ്ഞാൽ, പെസഹ മുതൽ പെന്തക്കോസ്തി വരെ വളരെ വേദനയോടെ, വളരെ ഉത്കണ്ഠയോടെ അവർ നിൽക്കുകയാണ്. പെസഹ മുതൽ പെന്തക്കോസ്ത് വരെ അവർ വളരെയധികം വിഷമിക്കുകയാണ്. ഇത് എങ്ങനെയായിത്തീരും? മഴയായിത്തീരുമോ? വെയിലാകുമോ? മുന്തിരി നശിക്കുമോ? ഇനി മുന്തിരി നശിക്കുമോ? ഒലിവ് നശിക്കുമോ? അപ്പൊ എല്ലാം ശരിയായ വിളവിൽ കിട്ടാൻ കൃത്യമായ അനുപാതത്തിലും കൃത്യമായ അളവിലും മഴയും വെയിലും കാറ്റും അവർക്ക് കിട്ടണം. അപ്പൊ അതിനുവേണ്ടി അവർ വളരെയധികം സ്ട്രൈവ് ചെയ്തുകൊണ്ട് അവർ കാത്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കാത്തിരിപ്പിന്റെ ഒരു സ്റ്റോറിയാണ് നമ്മളിവിടെ കാണുന്നത്. ആ കാത്തിരിപ്പിന് അവസാനമാണ് ഇവർക്ക് ഈ ഫസ്റ്റ് ഫ്രൂട്ട്സുമായിട്ട് ഈ പെന്തക്കോസ്തിക്ക് വരുന്നത്. ഇറ്റ്സ് എ ജോയ്ഫുൾ ഒക്കേഷൻ. അതിനെക്കുറിച്ച് നമ്മൾ യാക്കോബ് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്. യാക്കോബ് ലേഖനം എഴുതുമ്പോൾ ഈ 50 ദിവസത്തെ കാര്യമാണ് യാക്കോബ് പറയുന്നത്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം, എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. കൃഷിക്കാരൻ കാത്തിരിക്കുകയാണ്. അപ്പൊ കൃഷിക്കാരന്റെ ആ കാത്തിരിപ്പ്, വെയിറ്റ് ചെയ്യാണ് ആ ഒരു വിളവിന് വേണ്ടി. അപ്പൊ നമ്മളിലും അധികം വിളവാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്, വലിയൊരു വിളവ്. ആ വിളവ് ഹോളി സ്പിരിറ്റിനാൽ സംഭവിക്കുകയാണ്. എന്താണ് ആ വലിയ വിളവ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സഹോദരന്മാരുമായിട്ട് ഒത്തൊരുമിച്ച് വസിക്കുന്നതാണ്. അപ്പൊ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു, അല്ലേ? സങ്കീർത്തനങ്ങളിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരു പ്രധാന കാര്യം പറയുന്നുണ്ട്, എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തത് പറയുന്നത് അഭിഷേകത്തെക്കുറിച്ചാണ്. അത്രയും പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അഭിഷേകത്തെക്കുറിച്ചാണ്. അത് അഹ്റോന്റെ തലയിൽ നിന്ന്, അഹ്റോന്റെ താടിരോമത്തിലൂടെ വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് ഒഴുകി വരുന്ന ഒരഭിഷേക തൈലം.
ആ അഭിഷേകതയിലും എവിടെയാ വരുന്നത്? യൂണിറ്റിയിലാണ്. അതാണ് പെന്തക്കോസ്തിയുടെ മെസ്സേജ്. പെന്തക്കോസ്തിയിൽ ഈ ഹോളി സ്പിരിറ്റ് വരിക എന്ന് പറഞ്ഞാൽ ഈ അപ്പോസ്തല പ്രവൃത്തി, നിങ്ങൾക്കറിയാം അപ്പോസ്തല പ്രവൃത്തി ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് അത് കുറെ കൂടെ. 2-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വളരെ ദുർബലമായിരിക്കുന്ന ഒരു തർജ്ജിമയാണ്. They were all in one accord എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. എല്ലാവരും ഒരുമനപ്പെട്ട് ഐക്യത്തോടെ, ഐക്യതയിൽ തികഞ്ഞവരായി അത് കാത്തിരിക്കുകയാണ്. എന്തിനാണ് കാത്തിരുന്നെന്ന് പലപ്പോഴും ചോദിക്കുന്നുണ്ട്. കിറുകിറുപ്പ് മാറാനാണ്. കർത്താവ് പറയാണ്, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഐക്യതയിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ പിതാവും പുത്രനും തമ്മിൽ ഐക്യതയിൽ തികഞ്ഞവരാണ്. അവരുടെ ഇടയിലാണ് ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്യുകയാണ്, ഫ്ലോ ചെയ്യുകയാണ്. ഇപ്പൊ പരിശുദ്ധാത്മാവ് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവ് വരിക എന്ന് പറഞ്ഞാൽ നിന്റെ സഹോദരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഒത്തിരി ആളുകൾ കാത്തിരിപ്പിയോ നടത്തുന്നുണ്ട്. ഞാനൊക്കെ 10-25 കൊല്ലം പെന്തക്കോസ്തി കാത്തിരിപ്പിയോ നടത്തിയിട്ടുണ്ട്. ശാസനയോട് ശാസനയും വത്സനും. നോ, അതല്ല. നമ്മൾ അനുരഞ്ജനപ്പെടുക, രമ്യപ്പെടുക, ഐക്യപ്പെടുക. ഐക്യം പൂർണ്ണതയിലെത്തുമ്പോൾ ഹോളി സ്പിരിറ്റ് ആണ് അവിടെ വെളിപ്പെടുന്നത്. യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് പറയാണ്, കാത്തിരിക്കുവീൻ. എന്താണ് കാത്തിരിക്കുന്നത്? ഇവർ ഐക്യപ്പെടാൻ. ബലി അർപ്പിക്കുന്നതിന് മുമ്പ് സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പത്രോസിന് യോഹന്നാനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, യോഹന്നാന് യാക്കോവിനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി മലങ്കരയിൽ പോലെ ആണെങ്കിൽ പത്രോസിന് തോമാസിനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തോമാസിന് പത്രോസിനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതെല്ലാം മാറുകയാണ്. 10 ദിവസം അവർ ആ മുറിയിൽ ഇരിക്കുകയാണ്. സ്നേഹം അവരിൽ ജ്വലിക്കുകയാണ്. അവരുടെ കോർപ്പറേറ്റ് ഹിസ്റ്ററി അവർ കൺഫസ് ചെയ്യുകയാണ്. എന്താണ് കോർപ്പറേറ്റ് ഹിസ്റ്ററി? എൻ്റെ പിതാവ് അരാമ്യനായ ഒരു ദേശാന്തരിയായിരുന്നു. അതല്ല, ഇവരുടെ കോർപ്പറേറ്റ് ഹിസ്റ്ററി വേറെയാണ്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ദാറ്റ്സ് അവർ കോർപ്പറേറ്റ് ഹിസ്റ്ററി. ആ കോർപ്പറേറ്റ് ഹിസ്റ്ററിയാണ് ഈ മുറിയിലിരുന്ന് ഇവർ പറയുന്നത്. 10 ദിവസം ആ സ്മരണയിൽ അവർ ജ്വലിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അവർ ജ്വലിച്ചു. ക്രിസ്തുവിന്റെ ദീപ്തമായ സ്മരണകൾ അവരെ യുണൈറ്റ് ചെയ്തു. അവർ തന്റെ സഹോദരനെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നല്ല, തന്നെക്കാൾ അധികമായി സഹോദരനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഇരിക്കുന്ന സ്ഥലം കുലുങ്ങി. വലിയ മുഴക്കമുണ്ടായി. മലങ്കര മിക്കവാറും വലിയൊരു മുഴക്കം ഉണ്ടാകാനുള്ള സാധ്യത. പരിശുദ്ധാത്മാവ് തീ പോലെ. ഇവിടെയാണ് ഹോളി സ്പിരിറ്റ് വരുന്നത്. ഇതാണ് പെന്തക്കോസ്തിയുടെ മെസ്സേജ്. പെന്തക്കോസ്തി എന്ന് പറഞ്ഞാൽ അതാ. നമ്മൾക്കല്ലാതെ പേഴ്സണലായിട്ട് ഒരിക്കലും പരിശുദ്ധാത്മാവിനെ വിളിച്ചിറക്കാൻ പറ്റത്തില്ല. പേഴ്സണലായിട്ട് അനോയിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒറ്റയ്ക്ക് ഇന്ന് പരിശുദ്ധാത്മാവിനെ മേടിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ മുറി കയറി അടച്ച്, മുറിയെല്ലാം അടച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പരിശുദ്ധാത്മാവിനോ. ഹോളി സ്പിരിറ്റ് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത് സഭയ്ക്കാണ്, വ്യക്തിപരമായൊരു വാഗ്ദത്വമല്ല. ഇപ്പം നമ്മുടെ കോർപ്പറേറ്റ് ഹിസ്റ്ററിയാണ് നമ്മൾ പ്രൊക്ലൈം ചെയ്യുന്നത്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. അപ്പൊ ഇതാണ്, ഈ ഡിക്ലറേഷനാണ് നമ്മൾ നടത്തുന്നത്. That declaration invokes a great history and puts us in the context of a story that is larger than we are. നമ്മളെക്കാൾ വലിയൊരു സ്റ്റോറിയുണ്ട്. നമ്മുടെ പേഴ്സണൽ ടെസ്റ്റിമണി ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ വളരെ വിശാലമായ മറ്റൊരു
പശ്ചാത്തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അതാണ് നമ്മൾ ഈ പെന്തക്കോസ്തിയുടെ ഇമ്പോർട്ടൻസ്. നമുക്ക് പലപ്പോഴും ഇത് മനസ്സിലാക്കാതെ പോകുന്നതും അതുകൊണ്ടാണ്. ഒരു സെക്കൻഡ്, ഞാൻ അവിടെ പറയാണ്, അദൃശ്യനും അപ്രമേയനും അനാദ്യനും അപരിമിതനുമായ ദൈവമേ, നീ ഏക സാരാംശമായി അറിയപ്പെടുന്നു. 3 വിശുദ്ധ ഗ്നൂമാകളായി വിവേചിക്കപ്പെടുകയും ചെയ്യുന്നു. സകല വിവേക പ്രകൃതികളും 3 പ്രത്യേക ലക്ഷണങ്ങളോടുകൂടെ നിന്നെ കുറിച്ച് ഗ്രഹിക്കുന്നു. ഏകദൈവമായ നീ 3 വന്യഗ്നൂമാകളായി അറിയപ്പെടുന്നു. ശ്രേഷ്ഠമായ ഏക സാരാംശത്തോടും അനാദിന്തമായ ഏക സ്വഭാവത്തോടും കൂടി പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന 3 പൂർണ്ണ ഗ്നൂമാകളടങ്ങിയ പരിപൂർണ തൃത്വമായ സത്യേക ദൈവമാകുന്നു. പിതാവാം ദൈവമേ, നിന്റെ സ്വരൂപത്തെ സൃഷ്ടിക്കപ്പെട്ടവനും തന്നെ സ്വതന്ത്ര ബുദ്ധി മൂലം പിശാചാരാധനയിലേക്ക് വശീകരിക്കപ്പെട്ടു പോയവനുമായ മനുഷ്യനെ നവീകരിക്കുവാൻ നിനക്ക് ദൃഷ്ടം തോന്നിയിട്ട് ഞങ്ങളുടെ മാർഗദർശനത്തിന് വേണ്ടി നിന്റെ വചനമായ പുത്രനെ നീ കൽപ്പിച്ചയച്ചുവല്ലോ. അവൻ വ്യത്യാസം കൂടാതെ മനുഷ്യനായി തീർന്ന് ദൈവത്വത്തിന്റെ വ്യാഖ്യാനാതീതാവസ്ഥയെ വിശദമായി ഞങ്ങളെ അറിയിച്ച് വ്യാഖ്യാനിച്ചു തരികയും നിന്നെയും അവൻ നിന്നിൽ നിന്നുള്ളവനാകുന്നു എന്നതിനെയും ഞങ്ങൾ ഗ്രഹിക്കത്തക്കവണ്ണം നിന്റെ ജ്ഞാനത്തിന്റെ ദുർഗ്രഹങ്ങളും രഹസ്യങ്ങളുമായ സംഗതികൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. ദൈവത്വത്തിലെ 3ാമത്തെ പ്രകാശത്തെ കുറിച്ചും അവൻ ഞങ്ങളെ പഠിപ്പിച്ചു. അത് പരിശുദ്ധ റൂഹ എന്ന ഗ്നൂമായാകുന്നു. പിതാവേ, അവൻ നിന്നിൽ നിന്ന് വ്യാഖ്യാനനീതമായ നിലയിൽ പുറപ്പെടുന്നു. അവൻ സത്യറൂഹായാകുന്നു, ആശ്വസിപ്പിക്കുന്ന റൂഹായാകുന്നു, രാജകീയ റൂഹായാകുന്നു, ഉത്തമ റൂഹായാകുന്നു, ജ്ഞാനത്തിന്റെയും റൂഹായും പരാക്രമത്തിന്റെ റൂഹായും അറിവിന്റെ റൂഹായും പൂർത്തീകരിക്കുന്ന റൂഹായും നിറവേറ്റുന്ന റൂഹായുമാകുന്നു. റൂഹ അവിഭാജ്യനാകുന്നു. റൂഹ സംഖ്യാതീതനാകുന്നു. റൂഹ മനുഷ്യരെ സ്നേഹിക്കുന്നു. റൂഹ സ്നേഹന്മാർക്ക് ജ്ഞാനം നൽകുന്നു. റൂഹ സഹതന്മാർക്ക് ബലം നൽകുന്നു. റൂഹ മൽപ്പാന്മാരെ നയിക്കുന്നു. റൂഹ നന്മകൾ പ്രവർത്തിക്കുന്നു. റൂഹ ബലവാനാകുന്നു. റൂഹ സർവശക്തനാകുന്നു. റൂഹ പ്രകൃതിയാ നിർമ്മലനും വിവിധതര വ്യാപാരങ്ങളോടുകൂടിയവനും ദിവ്യദാനങ്ങളുടെ ഉറവയുമാകുന്നു. സാരാംശത്തിൽ നിന്നോടും നിന്റെ ഏകപുത്രനോടും ഒന്നായിരിക്കുന്നവനുമാകുന്നു. അവൻ ന്യായപ്രമാണവും ദീർഘദർശിമാരും സ്നേഹന്മാരും വഴിയായി സംസാരിച്ചവനാകുന്നു. അവൻ സകലത്തിനും സമീപസ്ഥനും സകലത്തെ പൂർണ്ണമാക്കുന്നവനുമാകുന്നു. അവൻ ഇഷ്ടപ്പെടുന്നവരിൽ ദാസനെ പോലെയല്ല, അധികാരിയെ പോലെ വിശുദ്ധ കാര്യങ്ങൾ ചെയ്യുന്നു. വിശുദ്ധ സ്നേഹന്മാരിൽ അവൻ ആവസിച്ച ഈ ശ്രേഷ്ഠമായ പെന്തിക്കൊസ്തി പെരുന്നാൾ ദിവസത്തിൽ അവൻ മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ ദാസരും ആരാധകരുമായ ഞങ്ങളിലും അവൻ വസിക്കുമാറാകണമേ. അവന്റെ വിശുദ്ധ അത്ഭുതങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ.
സകല പാപദൗർബല്യവും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഞങ്ങളെ നിന്റെ തിരുനിവാസത്തിന് നിർമ്മല മന്ദിരങ്ങളും ഭവനങ്ങളുമായി നിയമിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കളുടെ ഉഗ്രതയ്ക്ക് കീഴ്പ്പെടാത്തവരാക്കി തീർക്കണമേ. വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വിശ്വാസികളായ പരേതർക്കും, പ്രത്യേകിച്ച് സത്യവിശ്വാസത്തിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചവരായ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും നല്ല ഓർമ്മയും സന്തോഷകരമായ ആശ്വാസവും നൽകണമേ. എന്തെന്നാൽ സർവാധിപതിയായ പിതാവാം ദൈവമേ, നീയും സകലത്തെയും ജീവിപ്പിക്കുന്നവനായ നിന്റെ ഏകപുത്രനും സകലത്തിലും ഭാഗ്യവാനും വന്നിനും ജീവദായകനും സാരാംശത്തിനൊക്കെ സമനുമായ നിന്റെ റൂഹായും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ മേൽ വാണുകൊണ്ടിരിക്കുന്നുവല്ലോ. അത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. പരിശുദ്ധ റൂഹ എന്തെല്ലാം മിനിസ്ട്രിയാണ് നമ്മുടെ ഇടയിൽ ചെയ്യുന്നത്. വളരെ വ്യക്തമായി ഈ പ്രുവിയോൻ സദറായിൽ നമ്മൾ കേൾക്കുകയാണ്. റൂഹ രാജകീയ റൂഹായാകുന്നു. റൂഹ നമ്മെ ഒരുമിപ്പിക്കുകയാണ്, നമ്മളെ നിർമ്മല മന്ദിരങ്ങളാക്കി മാറ്റുകയാണ്. അവൻ സത്യറൂഹായാകുന്നു, ആശ്വസിപ്പിക്കുന്ന റൂഹായാകുന്നു, രാജകീയ റൂഹായാകുന്നു, ഉത്തമ റൂഹായാകുന്നു, ജ്ഞാനത്തിന്റെ റൂഹായും പരാക്രമത്തിന്റെ റൂഹായും അറിവിന്റെ റൂഹായും പൂർത്തീകരിക്കുന്ന റൂഹായും നിറവേറ്റുന്ന റൂഹായുമാകുന്നു. റൂഹ അവിഭാജ്യനാകുന്നു, റൂഹ സംഖ്യാതീതനാകുന്നു, റൂഹ മനുഷ്യരെ സ്നേഹിക്കുന്നു, റൂഹ സ്ലീഹന്മാർക്ക് ജ്ഞാനം നൽകുന്നു, റൂഹ സഹദേന്മാർക്ക് ബലം നൽകുന്നു, റൂഹ മൽപ്പാന്മാരെ നയിക്കുന്നു, റൂഹ നന്മകൾ പ്രവർത്തിക്കുന്നു, റൂഹ ബലവാനാകുന്നു, റൂഹ സർവശക്തനാകുന്നു, റൂഹ പ്രകൃത്യാ നിർമ്മലനും വിവിധതരം വ്യാപാരങ്ങളോട് കൂടിയവനും ദിവ്യദാനങ്ങളുടെ ഉറവയുമാകുന്നു. സാരാംശത്തിൽ നിന്നോടും നിന്റെ ഏകപുത്രനോടും ഒന്നായിരിക്കുന്നവനുമാകുന്നു. അവൻ ന്യായപ്രമാണവും ദീർഘദർശിമാരും സ്ലീഹന്മാരും വഴിയായി സംസാരിച്ചു. അവൻ സകലത്തിനും സമീപസ്ഥനും സകലത്തെയും പൂർണ്ണമാക്കുന്നവനും ആകുന്നു. അവൻ ഇഷ്ടപ്പെട്ടവരിൽ ദാസനെ പോലെയല്ല, അധികാരിയെ പോലെ വിശുദ്ധ കാര്യങ്ങൾ ചെയ്യുന്നു. വിശുദ്ധ സ്ലീഹന്മാരിൽ അവൻ ആവസിച്ചതായ ഈ ശ്രേഷ്ഠമായ പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം അവൻ മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ ദാസരും ആരാധകരുമായ ഞങ്ങളിലും അവൻ വസിക്കുമാറാകണമേ. അവന്റെ വിശുദ്ധ നൽവരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സകല പാപദൗർബല്യവും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. അപ്പം റൂഹ എന്ത് ചെയ്യുന്നു? റൂഹ ശക്തനാകുന്നു, പരാക്രമിയാകുന്നു. അപ്പൊ റൂഹ നമ്മളെ എക്വിപ്പ് ചെയ്യുകയാണ്. എന്തിനാണ് റൂഹ നമ്മളെ എക്വിപ്പ് ചെയ്യുന്നത്? റൂഹ എക്വിപ്പ് ചെയ്യുന്നത് ധീരനായ റൂഹ സഹോദരന്മാരെ സ്നേഹിക്കുവാൻ നമ്മളെ എക്വിപ്പ് ചെയ്യും. സഹോദരന്മാരെ സ്നേഹിക്കുവാൻ നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. നിന്റെ സഹോദരൻ നിന്നെ തന്നെ മറക്കാതിരിക്കുവാൻ അവൻ നിന്നെ എക്വിപ്പ് ചെയ്യുന്നു. ഇതാണ് റൂഹ ചെയ്യുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നാമത് ബലിവസ്തു അവിടെ വെച്ചിട്ട് നീ ചെന്ന് ബലിയർപ്പിക്കുക. അവരോഹം ചെയ്തേ ഈ പരിപാവനമാളി നരരോടു സമ്മേളിച്ചാനവരെ സ്വർഗീയന്മാർ ആക്കിടാൻ പരരോടും സ്വജനത്തോടും ത്രിത്വത്തെയുൽഘോഷിപ്പാൻ തൻ വാഗ്ദാനം പ്രേഷിപ്പി ആശ്വാസം ശ്ലീഹർക്കേകി ഭാഷകളരുളിയവൻ ധന്യൻ. തീനാവെന്നതുപോൽ കൂദിശ ശ്ലീഹന്മാർ അരുളപ്പെട്ടു. ലോകത്തോ അവരുൾഘോഷിച്ചു
മൂന്നാത്തി നിർമ്മലമാങ്ങൾ ഒന്നിൽ തന്മേരങ്ങൾ മറ്റതിലാത്മബലം ശ്ലീഹ ഏവം രണ്ടുപേരും നാളിൽ ദാനം നൽകിയവൻ സ്തുത്യൻ നിജദാനങ്ങൾക്കായി സ്തോത്രം. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു. പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. റൂക്കുദിശ നമ്മിലേക്ക് വരുവാൻ വ്യക്തിപരമായ സ്റ്റോറികളല്ല, നമ്മുടെ കോർപ്പറേറ്റ് ഹിസ്റ്ററിയെ നമ്മൾ ഏറ്റുപറയുകയാണ്. ആ കോർപ്പറേറ്റ് ഹിസ്റ്ററിയിൽ നമ്മൾ യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ ഇവരും തമ്മിൽ ഒന്നായിരിക്കുവാൻ. ആ ഒന്നായിരിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ചർച്ച്, ദാറ്റ് ഇസ് വൺ ബോഡി, ഒരു ശരീരമാണ്. അപ്പം അത് ക്രിസ്തു ആ അപ്പം എടുത്ത് നുറുക്കിയ അതേ കാര്യം യാതൊരു വ്യത്യാസവുമില്ലാതെയാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ ഗ്രഹിക്കുക. കാരണം നമ്മൾ പറയുന്നത് കോർപ്പറേറ്റ് ഹിസ്റ്ററിയാണ്. അതുകൊണ്ട് പേഴ്സണൽ സ്റ്റോറീസ് പറയുന്ന പാശ്ചാത്യ സുവിശേഷത്തിൻ്റെ പിടിയിൽ നിന്ന്, സ്വാധീനത്തിൽ നിന്ന് നിങ്ങളെ തന്നെ മോചിപ്പിക്കുക. അവരോട് പറയുക, വി ഡിക്ലെയർ അവർ കോർപ്പറേറ്റ് ഹിസ്റ്ററി. മേ ഗോഡ് ബ്ലസ് യു.